പത്തനംതിട്ടയിലെ അനാഥാലയത്തിൽ നിന്ന് 22 പെൺകുട്ടികളെ CWC അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും. ഇവിടുത്തെ താമസക്കാരിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന കണ്ടെത്തലുകളെ തുടർന്നാണ് നടപടി. അനാഥാലയത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ പെൺകുട്ടികളെ CWC അംഗീകാരമുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. എപ്പോഴാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കാര്യത്തിലുള്ള നിയമ നടപടികൾ എങ്ങനെയാണ്? അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ പോക്സോ വകുപ്പ് പ്രകാരം അടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് CWC തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ സ്ഥാപനത്തിൽ 22 പെൺകുട്ടികളാണ് ഉള്ളത്. ഇവരെ 4 കേന്ദ്രങ്ങളിലാക്കി മാറ്റും. പരസ്പരം, അതായത് അന്തേവാസികളായിട്ടുള്ള പെൺകുട്ടികളുടെ സൗഹൃദമടക്കം പരിഗണിച്ചുകൊണ്ട് ഒന്നിച്ച് കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഒരുക്കുക. കോന്നി, പന്തളം, ഇലന്തൂർ, ഓതറ എന്നിങ്ങനെയുള്ള 4 കേന്ദ്രങ്ങളിലേക്കായി 22 കുട്ടികളെ മാറ്റുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും CWC പ്രവർത്തകരും വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും കുട്ടികളെ നീക്കം ചെയ്യുക. ഈ കേസിലെ പരമപ്രധാനമായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇവിടെ അന്തേവാസിയായിരുന്ന ഒരു പെൺകുട്ടിക്ക് കഴിഞ്ഞ 7 മാസം മുൻപ് 18 വയസ്സ് പൂർത്തിയാവുകയും 2 ആഴ്ച പിന്നിട്ട വേളയിൽ ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ഒരാൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം 2-ം തീയതി പെൺകുട്ടി പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ യുവതിയുടെ ജനന തീയതി, ഒപ്പം തന്നെ കുഞ്ഞിന് ജന്മം നൽകിയ ദിവസം, ഒപ്പം തന്നെ കുഞ്ഞിന്റെ ആരോഗ്യം, ഇവ കണക്കിലെടുക്കുമ്പോൾ പെൺകുട്ടി ഗർഭവതിയായത് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപാണ് എന്നുള്ള ഡോക്ടറുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CWC വിശദമായി പരിശോധിക്കുകയും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായി റിപ്പോർട്ട് പത്തനംതിട്ട SP കൈമാറുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടൂർ പോലീസാണ് പോക്സോ നിയമം കൂടി ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.